ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അത് എന്താണ്, അതിന്റെ രോഗനിർണയം എങ്ങനെ നടത്തുന്നു, ഇത് എങ്ങനെ പിടിപെടാമെന്നൊക്കെ ഉള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം രോഗപ്രതിരോധ ശേഷി, നമ്മുടെ സ്വന്തം ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ രോഗനിർണയം നടത്താമെന്നും ഇതിന് എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാമെന്നും എങ്ങനെ നമുക്ക് ഇത് പരിശോധനയിലൂടെ കണ്ടെത്താമെന്നും ഉള്ളത് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ആ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും അധികം ഇത് ഫസ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ജോയിൻസുകളിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഫൈൻ മൂവ്മെന്റ്സ് ചെയ്യുന്ന ജോയിൻസുകളിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിരലിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ്, അതുപോലെ റിസ്റ്റിന്റെ ഭാഗം, അതുപോലെ കൈയുടെ കുഴ ഭാഗത്തും ഒക്കെയാണ് ഇത് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത്. പിന്നെ കാലക്രമേണ നമ്മുടെ ജോയിൻസുകളിൽ നിന്ന് അഫക്ട് ചെയ്ത് പിന്നീട് ലങ്സ്, ഹാർട്ട്, സ്കിന്ന്, അങ്ങനെ നമ്മുടെ കാഴ്ച, ഇതിനെല്ലാം തന്നെ അഫക്ട് ചെയ്യും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ. അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന്റെ രോഗനിർണയം നമുക്ക് ആദ്യം തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി എന്ന് പറയുന്നത് മാക്സിമം മൂവ്മെന്റ്സ് കൊടുക്കുക. കാരണം നമ്മുടെ മൂവ്മെന്റ്സിനെയൊക്കെ തന്നെ റെസ്ട്രിക്ട് ചെയ്യും ഇത് ക്രമേണ. അന്നേരം നമുക്ക് ഇതിനുള്ള ഏക വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് മോഷൻ തന്നെയാണ്. അതായത് മൂവ്മെന്റ് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് അതിന്റെ രോഗത്തിന്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് സ്മോൾ ജോയിൻസിലാണെന്ന് പറഞ്ഞു. ഈ സ്മോൾ ജോയിൻസ് നമുക്ക് ഏറ്റവും കൂടുതലും അതായത് ഡെയിലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്മോൾ ജോയിൻസ് ആണ്. അപ്പം സ്മോൾ ജോയിൻസ് കൊണ്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ ഷർട്ടിന്റെ ബട്ടൺസ് ഇടും, അതുപോലെ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ, എഴുതുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പോയിന്റ് ചെയ്യുന്നതോ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോ ഒക്കെയാണ് നമ്മുടെ ഫൈൻ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ ഫൈൻ മൂവ്മെന്റ്സ് നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രോഗം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള കുറച്ച് എക്സസൈസ് ആണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഹാൻഡ്സിന് കൊടുക്കുന്ന എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അതിന് മുമ്പായിട്ട് നമ്മുടെ ഹാൻഡ്സിൽ എത്ര ജോയിൻസ് ഉണ്ട്, ആ ജോയിൻസിനെ എത്രത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഹാൻഡിന് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് മെറ്റാകാർപ്പൽ ഫലാഞ്ചൽ ജോയിന്റ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് ഉണ്ട്. അതേപോലെ പ്രോക്സിമൽ ഫലാഞ്ചൽ ജോയിന്റ് എന്ന് പറയുന്നതുണ്ട്. ഡിസ്റ്റൽ എന്നും പറഞ്ഞുകൊണ്ട് ഈ പടത്തിൽ കാണുന്നത് പോലെ. അപ്പൊ നമ്മുടെ ഈ കൈക്കുള്ളിൽ തന്നെ ഈ 3 ഡിവിഷൻ ആയിട്ടാണ് നമ്മുടെ ജോയിന്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സെഗ്മെന്റിനും അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് ആണ് ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വാമപ്പ് ആണ്. വാമപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മൈൽഡ് ആയിട്ട് ഇതിന്റെ കൈയുടെ പുറത്ത് നമ്മൾ മസാജ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ മസാജ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ജോയിന്റുകൾ എടുത്തിട്ട് ലൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാം. ഇത് നിങ്ങൾ ഒരു 5 മിനിറ്റ്സ്, മാക്സിമം ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ ചൂട് അല്ലെങ്കിൽ നമ്മുടെ ഹോട്ട് ബാഗ് അങ്ങനെയുള്ള ഒരു കാര്യത്തിന് മണ്ടയ്ക്ക് കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് നമ്മൾ കൈവച്ച് നമ്മൾ ചൂട് കൊടുക്കുക. വേറൊന്നുമല്ല, നമ്മൾ ബ്ലഡിന്റെ സർക്കുലേഷൻ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ നമുക്ക് വാഷ് ഔട്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പക്കായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാമപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതേപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഡയഗ്നോസിസ് ചെയ്ത വ്യക്തികളിൽ ഹൈപ്പർ മൊബിലിറ്റി ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ ജോയിന്റിന്റെ മൂവ്മെന്റ്സ്, മാക്സിമം നമ്മുടെ ജോയിന്റ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈകളുടെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനേക്കാളും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ തമ്പ് പുറകോട്ടാകാനോ ഒക്കെയുള്ള സാധ്യത ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉള്ളവർക്കുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡയഗ്നോസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓർത്തോപീഡിക് സർജനോ ഡോക്ടറോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് കൺഫേം ആകണം നിങ്ങൾക്ക് ഹൈപ്പർ മൊബിലിറ്റി അല്ലെങ്കിൽ നിശ്ചിത റേഞ്ചിന് മുകളിലേക്ക് വീണ്ടും നിങ്ങളുടെ ജോയിൻസുകൾക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ കഴിവതും ചെയ്യാതിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഹൈപ്പർ മൊബിലിറ്റി ഇല്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ കുറച്ച് സ്റ്റിഫ്നെസ് ആയിട്ടൊക്കെ ഉള്ള വ്യക്തികൾക്ക് ഈ പറഞ്ഞ വ്യായാമങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ വ്യായാമങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഹൈപ്പർ മൊബിലിറ്റി ഉള്ള വ്യക്തികൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ റേഞ്ച് കൂടി പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ ചിലപ്പോൾ വേദന അനുഭവിക്കാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ടേഷൻ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വാമപ്പ് ചെയ്ത ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൈകൾ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് പിടിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞു മെറ്റാകാർപ്പൽ ഫലാഞ്ചൽ ജോയിന്റ്, അതാണ് നമ്മുടെ ഈ ഫസ്റ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ജോയിന്റ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തണം. ഇങ്ങനെ
നിങ്ങളുടെ കൈകൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നിങ്ങൾ കൊണ്ടുവരണം. ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന ശേഷം ഒരു 5 to 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ പിടിച്ച ശേഷം 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഒരു 5 to 10 സെക്കൻഡ് എങ്കിലും ഹോൾഡ് ചെയ്യണം. ഇതേപോലെ ഒരു 5 റെപ്പറ്റീഷൻ 5 തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ്സ് റെസ്റ്റ് കൊടുക്കാം. 3 മിനിറ്റ് റെസ്റ്റ് കൊടുത്ത ശേഷം നിങ്ങൾ അടുത്ത എക്സസൈസിലേക്ക് പോകണം. ഇതെന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി പോലെ ഉള്ള ഒരു എക്സസൈസ് ആണ്. ഇങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ജോയിന്റിലേക്ക് നല്ലൊരു സ്ട്രെസ്സും കിട്ടും. അതേപോലെ നിങ്ങളുടെ കൈകൾക്കുള്ളിലുള്ള മസിൽസ് ഒക്കെ തന്നെ ഒന്നുകൂടെ കൺട്രാക്ട് ചെയ്യും. അതായത് കൺട്രാക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് നല്ല ബ്ലഡ് സപ്ലൈയും മസിൽസിന് കുറച്ചുകൂടെ മൂവ്മെന്റും കൊടുക്കും. അതേപോലെ ചില സാധനങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത കാണാൻ പോകുന്ന എക്സസൈസ് ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾ കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞ ഒരു ഹുക്ക് പോലെ നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. കണ്ടോ? അതായത് നിങ്ങളുടെ തമ്പ് അനക്കാനൊന്നും പാടില്ല. മുമ്പത്തെ എക്സസൈസ് ചെയ്യുന്ന സമയത്തും അതായത് ഇതിന് മുമ്പ് കാണിച്ചതിനും നമ്മൾ തമ്പ് അനക്കുന്നില്ല. തമ്പ് അനക്കാതെ തന്നെ നിങ്ങൾ ഒരു ഹുക്ക് ചെയ്യുന്ന പൊസിഷനിൽ ഇതിങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടോ? ഒരു ഹുക്ക് ചെയ്യുന്ന പൊസിഷനിൽ ഇങ്ങനെ നിങ്ങൾ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ബാക്ക് ടു മുമ്പേ ചെയ്തതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവരണം. ഇങ്ങനെ ഒരു 5 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യണം. അപ്പോഴും നിങ്ങളുടെ തമ്പ് സ്റ്റേഷനറി ആണ്, തമ്പ് അനക്കാനായിട്ട് പാടില്ല. അതിനുശേഷം ഫ്ലാറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഇതും ഒരു 5 to 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ഫുൾ ഫിസ്റ്റ് നമ്മൾ കൈ മുറുക്കി പിടിക്കണം. അതായത് നമ്മൾ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറുക്കി പിടിക്കുന്നത് പോലെയോ ഇതും ഒരു 5 to 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ കൈ പിടിക്കുക. അതിനുശേഷം ഒരു ഹുക്ക് പൊസിഷനിൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കുക. ബാക്ക് ടു ഒരു ടേബിൾ ടോപ്പ് പൊസിഷനിൽ ഇങ്ങനെ ഇത് ഒരു 5 to 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അതൊരു ഫ്ലാറ്റ് രീതിയിലേക്ക് ആക്കുക. അന്നേരം നിങ്ങളുടെ MCP ജോയിന്റ് അതേപോലെ പ്രോക്സിമൽ ഡിസ്റ്റൽ ജോയിന്റ്സുകളൊക്കെ തന്നെ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് വരുന്നു. അതുപോലെ എന്താണ് പറയുന്നത്, ഇത് പ്രോക്സിമൽ ജോയിന്റ് ഫ്ലെക്ഷനിലും വരുന്നു. അതിനുശേഷം ഫുൾ ഫിസ്റ്റിലേക്ക് പോവാം. എല്ലാ ജോയിന്റും ഫുൾ ഫ്ലെക്ഷനിലേക്ക് പോവാം. ഇതും 5 to 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന എക്സസൈസ് ആണ് ഫിംഗർ അഡക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ എന്ത് മൂവ്മെന്റുകൾ ചെയ്യുന്ന സമയങ്ങളിലും, അതായത് ഇപ്പൊ നമ്മൾ സപ്പോസ് നമ്മുടെ ഷോൾഡറിന്റെ മൂവ്മെന്റ്സ് ചെയ്യുവാണെങ്കിൽ ഷോൾഡറിന്റെ അബ്ഡക്ഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ നമ്മുടെ കൈ അകന്ന് ചെയ്യുന്ന എല്ലാ മൂവ്മെന്റുകളെയാണ് പറയുന്നത് അബ്ഡക്ഷൻ എന്ന് പറയുന്നു. ശരീരത്തിനോട് അടുത്ത് ചെയ്യുന്ന വ്യായാമത്തിനെ അഡക്ഷൻ എന്നും പറയുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ കൈകളുടെ ഫിംഗർ ഇപ്പൊ എന്ത് പൊസിഷനിലാണ്? അഡക്ഷൻ എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. അതിനെ നമ്മൾ അബ്ഡക്ഷൻ ആക്കി, അതായത് അകത്തി. അതായത് ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് ഒരു 10 റൗണ്ട് ചെയ്യണം. അതായത് അഡക്ഷൻ, അബ്ഡക്ഷൻ, അഡക്ഷൻ, അബ്ഡക്ഷൻ. ഇതും ഒരു 5 to 10 ടൈംസ് ഈ മൂവ്മെന്റും ചെയ്യാം. അതും കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. ആ 3 മിനിറ്റും റെസ്റ്റ് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ട അടുത്ത വ്യായാമമാണ് നിങ്ങളുടെ റിസ്റ്റിന്റെ ഏരിയ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. നിങ്ങളെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്ത ശേഷം നിങ്ങളുടെ റിസ്റ്റിന്റെ ഭാഗം, ഫിസ്റ്റിന്റെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വലത്തേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യണം. ഒരു 10 ടൈംസ്. 1 2 3 4 5 6 7 8 9 10. അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾ 10 ടൈംസ് റൊട്ടേറ്റ് ചെയ്യണം നമ്മുടെ റിസ്റ്റിന്റെ ഭാഗത്തേക്ക്. കാരണം പല വ്യക്തികളിലും അൾനാർ ഡീവിയേഷൻ, അതായത് നമ്മുടെ കൈകൾക്ക് ഉള്ളിൽ 2 ബോണുകളുണ്ട്. അതിലൊന്നാണ് റേഡിയസ് എന്നും അൾന എന്നും പറയുന്ന 2 ബോണുകളുണ്ട്. അപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദമുള്ള കണ്ടീഷനുള്ള വ്യക്തികളിൽ ഇതിന് ഡീവിയേഷൻ വരാം. നമ്മുടെ പാമ്പുകൾ നേരെ, നമ്മളൊരു ടേബിളിന്റെ മണ്ടയിൽ കൈ വെച്ച ശേഷം നമ്മൾ നേരെ വെച്ച് നോക്കണം നമ്മുടെ കൈകൾക്ക് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്ന്, ഇടത്തോട്ടോ വലത്തോട്ടോ ചരിവുണ്ടോ എന്ന്. ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അപ്പോൾ ഈ പറഞ്ഞ റിസ്റ്റിനുള്ള റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റൊട്ടേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് 2 സൈഡിലേക്ക് മൂവ്മെന്റ് കിട്ടുകയും ഇങ്ങനെയുള്ള ഡീവിയേഷൻ നിങ്ങൾക്ക് ഉണ്ടാകാണ്ട് നേരെ തന്നെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ നിങ്ങളുടെ പാമ്പ് ആ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ഈ റിസ്റ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് വലത്തെ സൈഡിലേക്ക് ഒരു 10 റൗണ്ട് ചെയ്യുവാണെങ്കിൽ ഇടത്തെ സൈഡിലേക്കും 10 റൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും മൂവ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആക്സസബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സസൈസ് ആണ്
സ്മൈലി ബോൾ, അതായത് സ്മൈലി ബോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. ഈ ബോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്, പലർക്കും അറിയാവുന്ന ഒരു ബോൾ തന്നെയാണ് ഈ പറഞ്ഞ ഈ ഒരു ഗ്രിപ്പ് ബോൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആരെങ്കിലും ഒക്കെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ടാകും ഈ പറയുന്ന ഒരു ഗ്രിപ്പ് ബോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ചെയ്യുന്ന എക്സസൈസ് വളരെ കോമൺ തന്നെയാണ്. നമ്മുടെ ഗ്രിപ്പ് പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഫിസ്റ്റിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കൈയുടെ വെള്ളയിലെ പാമ്പില് നമ്മൾ ഇത് ചേർത്ത് പിടിക്കുക. അതേപോലെ നമ്മുടെ തമ്പ് അതിനെ ആദ്യം നമ്മൾ ഗ്രാസ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഫിസ്റ്റ് മുമ്പ് നമ്മൾ ചെയ്ത എക്സസൈസ് ഇല്ലേ, അതേപോലെ തന്നെ ആ ഫിംഗേഴ്സ് എല്ലാം കൂടെ ചേർത്തതിനെ ഫുൾ ആയിട്ട് ഗ്രാസ്പ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്യണം. മാക്സിമം 5 to 10 സെക്കൻഡ് എങ്കിലും ഇതിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. നിങ്ങളൊരു ടൈമർ, നിങ്ങളൊരു വാച്ചിൽ ടൈമർ വെച്ച ശേഷം നിങ്ങൾ ഇത് ചെയ്യണം. ഓരോ എക്സസൈസിന്റെ ഇടയ്ക്കും ഒരു 2 to 3 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പതുക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഈ പറഞ്ഞ സ്മൈലി ബോർഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുൾ പവർ കൊടുത്ത് ഇതിങ്ങനെ പ്രസ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് എണ്ണണം. 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട അടുത്ത എക്സസൈസ് ആണ്, ഈ ബോൾ തന്നെ എടുക്കുക. നിങ്ങളുടെ ഓരോ ഫിംഗേഴ്സും നമ്മുടെ D1 D2 ഫ്ലെക്ഷൻ അല്ലെങ്കിൽ D1 അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റ്സ് എന്നാണ് ഇതിനെ നമ്മുടെ ടേംസിൽ പറയുന്നത്. നിങ്ങളുടെ ഫിംഗേഴ്സ് കൊണ്ട് ഈ ബോളിനെ പ്രസ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 ഇതേപോലെ എല്ലാ ഫിംഗേഴ്സും 1 2 3 4 5 അതേപോലെ നമ്മുടെ എല്ലാ ഫിംഗേഴ്സ്, റിംഗ് ഫിംഗർ ആയിക്കോട്ടെ ലിറ്റിൽ ഫിംഗർ ആയിക്കോട്ടെ, എല്ലാ ഫിംഗേഴ്സിനും നിങ്ങൾ ഇതേപോലെ ഫുൾ പവർ കൊടുത്തിട്ട് അതിനെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ ഫിംഗേഴ്സിനും ഉള്ള മസിൽസ് ആക്റ്റീവ് ആകുകയും വീക്കായിട്ടുള്ള മസിൽസിലേക്ക് നല്ലതായിട്ട് ബ്ലഡ് സപ്ലൈ ചെല്ലുകയും അത് പിന്നീട് സ്ട്രെങ്തൻ ആകുകയും ചെയ്യും. കാലക്രമേണ നിങ്ങളുടെ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സുകളൊക്കെ തന്നെ റെസ്ട്രിക്റ്റ് ആകാണ്ട് നമുക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് നാളത്തേക്ക് നമുക്ക് നല്ല ഫൈൻ മൂവ്മെന്റ്സുകളും കാര്യങ്ങളും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ ഫൈൻ മൂവ്മെന്റ്സ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സസൈസുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻ ഡയഗ്നോസിസ് ചെയ്ത വ്യക്തികൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഹാൻഡ്സിനുള്ള മൂവ്മെന്റ്സ് നിങ്ങൾ കഴിവതും ഫസ്റ്റ് ടൈം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ തായ്ച്ചി അല്ലെങ്കിൽ നോർമലായിട്ട് സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ നടത്തം അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ജോയിന്റ്സിലേക്കും മാക്സിമം മൂവ്മെന്റ്സ് കൊടുക്കുക. ആ മൂവ്മെന്റ്സ് കൊടുക്കുന്നത് കൊണ്ട് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ബ്ലഡ് സപ്ലൈ ചെല്ലുകയും അവിടെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ തന്നെ വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച ഈ എക്സസൈസുകളെല്ലാം ചെയ്യുക. ഞാൻ ഫസ്റ്റ് കാണിച്ച എക്സസൈസ്, അതേപോലെ തന്നെ ഈ ബോൾ ഗ്രിപ്പ്, ബോൾ കൊണ്ടുള്ള പ്രസ് ചെയ്യുന്ന എക്സസൈസ്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം വാമപ്പ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യണം, കൂൾ ഡൗൺ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ലൈറ്റ് തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തണുത്ത വെള്ളം നല്ല ഉദ്ദേശിച്ചത്, ലൈറ്റ് ആയിട്ടുള്ള തണുപ്പ് വെള്ളം നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് നിങ്ങൾ ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങൾ മാറ്റി എടുത്ത് അന്നേരം മാത്രം എടുത്ത് വെച്ചാൽ മതി. ഒരു ലൈറ്റ് തണുപ്പ്, ആ തണുത്ത വെള്ളം ഒന്ന് കൈയുടെ മണ്ടയ്ക്ക് കൂടെ ഒന്ന് ചെറുതായിട്ട് നിങ്ങളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊരു കൂൾ ഡൗൺ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷനുള്ള വ്യക്തികൾക്ക് എങ്ങനെയാണ് ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റക്കായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള അറിയാത്ത വ്യക്തികൾക്ക് നിങ്ങളിത് കഴിവതും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.